ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് വിവോയുടെ പുതിയ മോഡലായിട്ടുള്ള വിവോ Y56 5G എന്ന് പറയുന്ന പുതിയ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഇതാണ് ഫോണിൻ്റെ ബോക്സ്. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ്. രണ്ട് കളറിലാണ് ഈ ഫോൺ വരുന്നത്. ഒന്ന് ഈ കളറും പിന്നെ ഈ പെട്ടിയിൽ കാണിക്കുന്ന ഈ കളറും. ഫോണിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 18,000 രൂപ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ 8GB RAM 128GB ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് 20,000 രൂപ, 19,999 രൂപ വരുന്നുണ്ട് ഈ ഫോൺ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടും. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ചു വാങ്ങിക്കുക. ഒരു 18,519 രൂപയ്ക്ക് ഫോൺ കിട്ടും. 8GB RAM 128GB കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് നല്ലതാണോ, ട്രൂ വാല്യൂ ഫോർ മണി ആണോ, വാങ്ങിച്ചാൽ പെട്ടുപോകുമോ, ഈ ഫോണിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ബാറ്ററി എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പരിശോധിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞു ചെയ്യും എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയാത്തത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് വിവോ Y56 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. മുകളിൽ വിവോ Y56 5G എന്ന് മോഡൽ നെയിം വലുതായി കൊടുത്തിട്ടുണ്ട്. താഴെ ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ബ്രാൻഡ് നെയിമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഇവിടെ എക്സ്റ്റൻഡഡ് RAM 3.0 എന്ന് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണെന്ന് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി വിത്ത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്, അങ്ങനത്തെ കുറച്ച് ലോഗോകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ MRP 25,000 രൂപ വരുന്നുണ്ട്. നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇതിൻ്റെ 8GB RAM 128GB ആണ്. ഈ ഒരു ഫോൺ റേറ്റ് എന്താ പറയുക 19,990 രൂപയാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആണ്. മാക്സിമം ഡിസ്കൗണ്ടുകളും ക്യാഷ് ബാക്കും ചോദിച്ചു വാങ്ങിക്കുക. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങിക്കുക, എന്നിട്ട് മാത്രം ഫോൺ എടുക്കുക. അത് പ്രത്യേകിച്ച് ഓഫ്ലൈൻ ഫോണുകൾ എല്ലാതും എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഓൺലൈൻ റേറ്റിനൊന്നും ഫോൺ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അതിനേക്കാളും കുറവിന് കിട്ടും, ഷോപ്പുകളിൽ കിട്ടും. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, പിന്നെ IMEI നമ്പർ, കാര്യങ്ങൾ, സാർ വാല്യൂ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് നമുക്ക് മൊബൈൽ ഫോൺ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ IMEI നമ്പറിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ ഒരു ബാക്ക് പൗച്ച് വരുന്നുണ്ട്. നമ്മൾ സാധാരണ പോക്കോയുടെ ഒക്കെ ഫോണിനകത്ത് കാണുന്ന രീതിയിലുള്ള ഒരു ബാക്ക് പൗച്ചാണ് കേട്ടോ. വലിയൊരു ഹോളൊക്കെ ആയിട്ട് വരുന്ന ഒരു ബാക്ക് പൗച്ച്, വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ നമുക്ക് യൂസർ മാനുവൽ, വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. ഇത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിലൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാ ഫോണിനകത്തും മിനിമം 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ടെന്ന് പറയാം. പിന്നെ Type C ചാർജിങ് കേബിളും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഒരു ബാക്ക് പൗച്ച്, പിന്നെ സിം എജക്റ്റിംഗ് ടൂള്, ചാർജിങ് അഡാപ്റ്റർ, ചാർജിങ് കേബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് മൊബൈൽ ഫോണിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് നിന്ന് ഈ ഫോൺ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് വിവോ Y56 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ലുക്ക്, ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസൈനിലൊന്നും യാതൊരു കോംപ്രമൈസും ഈ പറയുന്ന വിവോയോ ഓപ്പോയോ റിയൽമിയോ ഒന്നും നടത്താറില്ല. നല്ല ഭംഗിയുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ മറ്റേ കളർ ഉണ്ടല്ലോ, ആ ഗോൾഡൻ കളർ, അത് കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ ബ്ലാക്ക് കളർ കുറച്ച് നല്ല മാറ്റ് ഫിനിഷാണ് വരുന്നത്. കൈനകത്ത് അഴുക്കുകളോ ഒന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ല. കാരണം എൻ്റെ കൈനകത്ത് ഗമ്മ് പശയൊക്കെ ഉണ്ട്. ഞാൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അപ്പോൾ വർക്കിനിടയിൽ വരുന്ന അഴുക്കുകളോ ഫ്ലക്സിൻ്റെ പശ ഒന്നും ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്നില്ല. നല്ല ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡ് തൊടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണാണെന്ന് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്യാമറയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഗ്ലോസിയാണ് വരുന്നത്. ഇവിടെ നല്ല രീതിയിൽ അഴുക്കുകളൊക്കെ പറ്റി പിടിക്കുന്നുണ്ടോ ഈ ഭാഗത്ത്. പിന്നെ രണ്ട് ക്യാമറകൾ സാധാരണ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന വിവോ, റിയൽമി, റെഡ്മി, ഓപ്പോ ഫോണുകൾക്കൊക്കെ കാണുന്ന സെയിം ഒരു ക്യാമറ ഡിസൈൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെ ചെറുതായിട്ട് വിവോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒറ്റ നോട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. സൈഡിൽ നോക്കുമ്പോൾ ഇതൊരു ബോക്സി ഡിസൈനാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഒരു എല്ലാ ഫോണിനകത്തും ബോക്സി ഡിസൈൻ വരുന്നത്. അതേ സെയിം ഒരു ബോക്സി ഡിസൈൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. താഴെ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. Type C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്, ഒന്നുമില്ല. മുകൾ ഭാഗത്താണ് ഇതിൻ്റെ സിം കാർഡ് ഹോൾഡർ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 2 സിം കാർഡും മെമ്മറി കാർഡും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. ഡിസൈൻ നല്ല ഭംഗിയുണ്ട് തന്നെ പറയാം. നമുക്ക് എന്തായാലും ഈ ഫോൺ ഓൺ ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം.
പവർ ഓൺ ചെയ്യുമ്പോൾ വിവോ 5G എന്ന് ഇത് കാണിക്കുന്നുണ്ട്, പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ വരുന്ന പുതിയ വിവോയുടെയും ഓപ്പോയുടെയും ഒക്കെ ഫോണുകൾക്കകത്ത് റിയൽമിയുടെ ഒക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പവർ ബട്ടണും വോളിയം അപ്പ് ബട്ടണും ക്ലിക്ക് ചെയ്യാനുണ്ടോ. പുതിയ അപ്ഡേറ്റുകളോടെ പുതിയ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ഇപ്പോൾ അങ്ങനെയാണ്. ഈ 2 സ്വിച്ച് ഞെക്കി പിടിച്ചാൽ മാത്രമേ പവർ ഓഫ് വരുള്ളൂ. കുറേ പേര് ഇത് അമർത്തി പിടിച്ച് മറ്റേ ഗൂഗിൾ അസിസ്റ്റൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഇത് അമർത്തി പിടിച്ചാലാണ് പവർ ഓഫ് ചെയ്യാനുള്ള മെത്തേഡ് കേട്ടോ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ സെറ്റിങ്സ് പോയിട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഫോൺ ഓണായി വരുമ്പോൾ ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റാണ് ഡിസ്പ്ലേ. ഫുൾ HD+ ആണ്, LED ഒന്നുമല്ല, AMOLED ഒന്നുമല്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് AMOLED ഒക്കെ കിട്ടുന്ന ഫോണുകളുണ്ട്, എന്നാൽ കൂടി ഇത് ഓഫ്ലൈൻ പ്രോഡക്റ്റാണ്. പിന്നെ വിവോയുടെ ഫോണൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഫുൾ HD+ ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഡാർക്ക് മോഡ് ആക്കാം കേട്ടോ. എനിക്ക് ഈ വെള്ള കളർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ, ഡാർക്ക് മോഡ് ആക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഇവിടെ 90 Hz റിഫ്രഷ് റേറ്റോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. സാധാരണ ഒരു നോർമൽ റിഫ്രഷ് റേറ്റുള്ള ഒരു ഫുൾ HD+ ഡിസ്പ്ലേ അത്ര പറയുന്നുള്ളൂ. ഒരു 90 Hz ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നല്ലേ, കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗെയിമൊക്കെ കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു നല്ല സ്മൂത്തായിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. 90 Hz എന്തായാലും കൊടുക്കേണ്ടതായിരുന്നു, അത് കുറച്ച് മോശമായി പോയി. താഴെ കുറച്ച് വലിയ അരികുകൾ വരുന്നുണ്ട്, സൈഡൊക്കെ വളരെ നൈസാണ്. മുകളിൽ ഇത്തരത്തിലുള്ള നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇപ്പോൾ വിവോയുടെ ഫോണുകൾക്കെല്ലാതും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകൾക്കും ഈ പറഞ്ഞ നോച്ച് തന്നെ ഇറക്കുന്നത്. നോച്ച് കുറച്ച് വലിയ നോച്ചൊന്നുമല്ല, വളരെ ചെറിയൊരു ഒഴുകി ഇറങ്ങുന്ന പോലത്തെ ഒരു നോച്ചാണ് കേട്ടോ. ചെറിയൊരു നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അവിടെയാണ് ഫ്രണ്ട് ക്യാമറയും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് മൊത്തത്തിൽ പറയുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് എന്താ പറയുക, ഇത് പോരാൻ തന്നെ പറയാം. പക്ഷേ ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആയ കാരണം ഓഫ്ലൈൻ ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. കാരണം ഓപ്പോസിറ്റ് വരുന്നത് ഒന്ന് ഓപ്പോയുടെ A78 5G ആണ്, അത് HD+ ഡിസ്പ്ലേ വരുന്നത്. ഇവിടെ ഫുൾ HD കൊടുക്കേണ്ടത്. അതിപ്പോൾ പിന്നെ അത് സാംസങ്ങിൻ്റെ A23 ഒക്കെ വരുന്നത്, അത് 4G ആണ്. ഇവിടെ 5G വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണെന്ന് പറയാം. മറ്റേ TFT ഒക്കെ വരുന്നത്. അപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഈ ഡിസ്പ്ലേ കുഴപ്പമില്ല എന്ന് പറയാം. ഇനി നമുക്ക് ഇതിനകത്ത് ആപ്സ് നോക്കുമ്പോൾ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള കുറച്ചധികം ആപ്പുകൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കളയാം. 1 2 3 4 5 6 7 ഒരു 7-8 ആപ്പുകൾ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് ഞെക്കി പിടിച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. പിന്നെന്താ പറയാനുള്ളത്, നമുക്ക് സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. സെറ്റിങ്സിനകത്ത് കയറി അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഫൺ ടച്ച് ചോയ്സ്, ഏറ്റവും പുതിയ ഫൺ ടച്ച് ചോയ്സിലാണ് ഈ ഫോൺ വരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും 2 വർഷത്തെ അപ്ഡേറ്റ് കിട്ടും, ഷുവറായിട്ടും കിട്ടും. ആൻഡ്രോയിഡ് വേർഷൻ 14 കിട്ടും, 15 കിട്ടും, ഷുവറായിട്ടും കിട്ടും. പിന്നെ നമുക്ക് എക്സ്റ്റൻഡ് റാമിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 8+8 മൊത്തം 16 GB റാമിൽ വരെ നമുക്ക് ഈ ഫോൺ എഫക്റ്റീവ് റാമിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വെർച്വൽ റാമൊക്കെയാണ്. എന്നാൽ കൂടി 8 GB റാം ധാരാളമാണ്. സാധാരണ ഒരു യൂസർക്ക് 8 GB റാം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ധാരാളം ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റാം സ്റ്റോറേജ് തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ Dimensity 700 എന്ന് പറയുന്ന ഒരു 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗെയിമിംഗ് ഒക്കെയാണ് നിങ്ങളുടെ മെയിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിനകത്ത് നല്ല പ്രോസസ്സറുള്ള ഫോണുകൾ വേറെ കിട്ടും. 5G ഫോണുകൾ തന്നെ വേറെ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് ഒന്നുമല്ല, ഓഫ്ലൈനാണ്, ഇപ്പോൾ EMI ഒക്കെ ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ കുഴപ്പമില്ല. അങ്ങനെ 5G റെഡി ആയിട്ടുള്ള പ്രോസസ്സറാണ്. നമ്മൾ സിം ഇട്ട് കഴിഞ്ഞാൽ 5G കിട്ടും. പിന്നെ സാധാരണ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ, വാട്സപ്പ്, ഫേസ്ബുക്ക് ബ്രൗസിങ്, ചെറിയ രീതിയിലുള്ള ഗെയിമിങ്, പിന്നെ ലോങ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. പെർഫോമൻസിന് കാര്യത്തിൽ അത്രേ പറയാനുള്ളൂ. ഇത് ഗെയിമിങ്ങിനാണ് നിങ്ങളുടെ മെയിൻ യൂസിങ് ഉണ്ടെങ്കിൽ എടുക്കണ്ട, വേറെ ഫോണിൽ ഇഷ്ടംപോലെ മോഡലുകൾ കിട്ടും. സാധാരണ യൂസിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സർ ഓക്കെയാണ്. ഇനി സോഫ്റ്റ്വെയറിന് ഭാഗത്ത് നോക്കുമ്പോൾ പുതിയ ആൻഡ്രോയിഡ് വേർഷൻ 13 അത് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഈ ഒരു അബൌട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. മോഡൽ നെയിം വിവോ 2225 കേട്ടോ. ഓക്കെ, പിന്നെ അപ്ഡേറ്റുകളൊക്കെ പക്കയായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വിവോയുടെ V20 പഴയ ഫോണകത്ത് വരെ എനിക്ക് ലേറ്റസ്റ്റ് എല്ലാ മാസവും അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറയ്ക്ക് വരാം. ക്യാമറ എന്ന് പറയുന്നത് 50 MP ആണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ. പിന്നെ അതുകൂടാതെ 2 MP ഒരു വെറുതെ ചുമ്മാ ഒരു ഭംഗിക്ക് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ ക്യാമറ, ഇതാണ് വർക്ക് ചെയ്യുക. ഇത് ബൊക്കെ പോർട്രേറ്റ് ക്യാമറയാണ് വരുന്നത്, ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു ക്യാമറ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു അൺബോക്സ് ചെയ്യുന്നത് മാത്രം കാണിച്ചിരുന്നു മാത്രം. ഇപ്പോൾ നിങ്ങളുടെ മെയിൻ യൂസിങ് ക്യാമറ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം എടുക്കുക. അത് ഈ ഫോണല്ല, എല്ലാ ഫോൺ എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. ക്യാമറയാണ് മെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ചെയ്ത് എടുക്കായിരിക്കും നല്ലത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ വിവോയുടെ ഫോൺ ആയ കാരണം അതിൻ്റേതായ ഒരു ക്യാമറയുടെ ഒരു ക്വാളിറ്റി കിട്ടുമെന്ന് മാത്രം പറയാം. നല്ല ക്യാമറയാണ്. ഇപ്പോൾ തീരെ വെളിച്ചില്ലാത്ത റൂമാണ്, ആകെ 2 ട്യൂബ്ലൈറ്റ് എത്തുന്നത്. അതിനകത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ക്യാമറ ഫോട്ടോസ് കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ ഇവിടെ നമുക്ക് നൈറ്റ് മോഡ് വരുന്നുണ്ട്, പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, പിന്നെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്,
വീഡിയോ നമുക്ക് ഇവിടെ 60 FPS റെക്കോർഡ് ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. സാധാരണ 30 FPS കൊടുക്കാറുള്ളൂ, 60 FPS ഫുൾ HD റെക്കോർഡ് ചെയ്യാം. പിന്നെ വ്ളോഗ് മോഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ലൊരു സെറ്റപ്പ് ഉണ്ടോ. നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ഈ ഒരു വ്ളോഗ് മോഡിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് 50 MB ഫുൾ HD എന്താ പറയുക വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ, ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പനോരമ മോഡ്, ലൈവ് ഫോട്ടോ മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലെഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്യാമറ UI-ലൊന്നും വലിയ കാര്യമായിട്ട് മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. ഇവിടെ ഒരുപാട് ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാക്രോ ക്യാമറ ഒന്നും ഇല്ല കേട്ടോ. മാക്രോ ക്യാമറേൻ്റെ ഓപ്ഷനെ കാണാനില്ല. മാക്രോ ഇല്ല അപ്പോൾ ഈ ഫോണിനകത്ത്. ഇനി സെൽഫി നോക്കുകയാണെങ്കിൽ 16 MB ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. അത്യാവശ്യം കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സെൽഫി ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ എന്തായാലും ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു കേട്ടോ. ഇതിപ്പം നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഇത് ഫോട്ടോ മോഡൽ സാധാരണ സെൽഫി ഫോട്ടോ എടുത്തതാണ്. അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല ഫേസൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട്. വലിയ കാര്യമായിട്ട് ബ്യൂട്ടിഫിക്കേഷൻ ഒന്നും കാണുന്നില്ല. കാരണം എൻ്റെ ഈ ഭാഗത്ത് മുഖക്കുരും ഈ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വലിയ വെളുപ്പിക്കലൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല ഫോട്ടോ ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ബൊക്കെ മോഡാണ്, അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് ഞാൻ മാത്രം ഫോക്കസ് ആയി നിൽക്കുന്ന മോഡ്. ഇതിനകത്ത് കുറച്ച് ബ്യൂട്ടിഫിക്കേഷനൊക്കെ നടന്നെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ മുഖമൊക്കെ കുറച്ച് ബ്ലറായിട്ടുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്. സെൽഫി 16 MB ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സെൽഫി കിട്ടും എന്ന് തോന്നുന്നു. പിന്നെ സെൽഫി ഇപ്പോൾ ക്യാമറയാണ് മെയിൻ. ഇപ്പോൾ സെൽഫിയാണ് നിങ്ങളുടെ മെയിൻ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷം മാത്രം ഫോൺ എടുക്കുക കേട്ടോ. പിന്നെ ഇവിടെയും കുറേ പോർട്രേറ്റ് മോഡ്, വീഡിയോ മോഡ്, വ്ളോഗ് മോഡ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. ക്യാമറയും തിരക്കേറ്റില്ല, അത്യാവശ്യം നല്ല ക്യാമറയാണ്. അപ്പോൾ പിന്നെ ബാറ്ററിനെ കുറിച്ച് പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. 18 വാട്ടാണ് ഫാസ്റ്റ് ചാർജ് വരുന്നത്. 18 എന്നുള്ളത് 33 കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായനെ അല്ലേ. 18 വാട്ട് എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററി കയറാൻ എന്തായാലും 2 മണിക്കൂർ ടൈം എടുക്കും. കുറച്ചും കൂടി ഒരു വലിയൊരു എന്താ പറയുക ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിവോ Y56 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഹീറ്റിംഗ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തില്ല കേട്ടോ. സാധാരണ ഫോണൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ബൂട്ട് ചെയ്ത് കുറച്ച് നേരം ഉപയോഗിക്കുമ്പോഴേക്കും എന്താ പറയുക നല്ല ഭാഗത്ത് ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് തീരെ ഹീറ്റില്ല, നല്ല കൂളായിട്ടിരിക്കുന്നുണ്ട്, നല്ല ചൂടൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഓഫ്ലൈനാണ്. അപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് നല്ലതെന്ന് പറയാം. പിന്നെ ഡിസ്കൗണ്ടൊക്കെ ചോദിച്ച് വാങ്ങിക്കുക. 10-12 രൂപയ്ക്ക് ഫോൺ 8GB റാം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീലായിരിക്കും. ഇതിൻ്റെ 4GB റാം എന്തായാലും എടുക്കണ്ട. കാരണം 4GB റാം 128GB നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിന് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ 2000 രൂപ കൂട്ടിയിട്ട് അല്ലെങ്കിൽ 1500 രൂപ കൂട്ടിയിട്ട് 8GB റാം വേരിയൻ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ 6GB റാം ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 6GB റാം എടുക്കുക. 4GBക്കൊന്നും പോകണ്ട പ്രൈസ് റേഞ്ചിനകത്ത്. 4GB റാമൊക്കെ മാക്സിമം ഒരു 13,000-14,000 രൂപ മാക്സിമം. അത് വിട്ടിട്ട് മുകളിലേക്ക് 4GB റാമിൻ്റെ കളിയൊന്നും കളിക്കണ്ട. അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. കുഴപ്പമില്ല, സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വിവോൻ്റെ ഫോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാം. എന്തായാലും കുറേ നാൾ ഉപയോഗിക്കാം, കംപ്ലയിൻസ് വരില്ല. 2-3 കൊല്ലമൊക്കെ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വലിയ ഗെയിമിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൊള്ളാം എന്ന് പറയാം. എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട്